നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച വൈകിട്ട് നടന്നേക്കുമെന്ന റിപ്പോർട്ട്. ഈ മാസം 9 വരെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശകർക്ക് പ്രവേശനത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നേരത്തെ ഞായറാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനായിരുന്നു BJP ആലോചിച്ചിരുന്നത്. എന്നാൽ NDAയ്ക്കൊപ്പമുള്ള JDUവിനും DDPയെയും മുന്നണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം മുൻപേ സത്യപ്രതിജ്ഞ നടത്തുന്നതെന്നാണ് സൂചന. ഇന്ന് വൈകിട്ട് ചേരുന്ന NDA യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് അംഗീകരിക്കും. തുടർന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കത്ത് സഹിതം രാഷ്ട്രപതിക്ക് നൽകാനാണ് BJPയുടെ ശ്രമം. ഇതിനായി JDU, DDP എന്നിവരിൽ നിന്നും പിന്തുണക്കത്ത് ലഭിക്കാൻ BJP സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. NDAയ്ക്കൊപ്പമാണെന്ന് DDP നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്നു മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ആരുടെ സർക്കാർ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ സ്ഥാനമാനങ്ങൾക്കായി രണ്ടു പാർട്ടികളും BJPക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ, സ്പീക്കർ പദവി തുടങ്ങിയ വിലപേശലുകളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ 17ാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്രമന്ത്രിസഭ ശുപാർശ ചെയ്തു. ഇന്നു ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ അവസാന യോഗമാണ് ഈ തീരുമാനമെടുത്തത്. അതേസമയം കേന്ദ്ര സർക്കാർ രൂപീകരണം അടക്കമുള്ള വിഷയത്തിൽ തുടർ നടപടി ആലോചിക്കാനായി ഇന്ത്യ മുന്നണി യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. വൈകിട്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം നടക്കുക. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.